lights went down, when you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world, broken but strong, gotta move on. ബാക്കി നിങ്ങൾക്ക് ഡൗട്ട് എന്താ വന്നത് അതാണ് ഒരു വീട്ടിലേക്ക് പറ്റിയാൽ സെക്കൻഡ് ക്യാൻസിന് കിട്ടിയാൽ മതി. എയ്ത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യാൻസിന് പാസ്സാവും. അതുകൊണ്ടാണ് സ്ക്രീനിങ് അത് എയ്ത്ത് പഠിക്കുക കേട്ടോ. സമയം കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഇവേ കെയർ അൺവസായം ഇവേ ഗ്യാപ്പ് ഇവേ ഇത്രയാണ് കേട്ടോ. മനസ്സിലാണ്ടോ? നെക്സ്റ്റ് വലിയ ഹൈറ്റിലല്ല കാര്യം. അതായത് കുറച്ച് ആൾക്കാർ വിചാരിക്കുന്നത് ജമ്പിങ് കുറച്ച് ഹൈറ്റ് ചെയ്യണമെന്ന്. ഹൈറ്റ് അല്ല, ഇതില് ഫേസ് അത്രയും മതി. അപ്പോൾ എന്ത് ചെയ്യാം, 5 കേട്ടോ. 1 അത് കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്ക് 1 2 ഇത്രയും മതി. ഒരുപാട് ഹൈറ്റ് പോയത് കഴിക്കുന്നുണ്ടോ. 1 നോക്കാം, അങ്ങോട്ട് പോകും കേട്ടോ. കേട്ടോ സെയിം ടൈം പിന്നെന്താണ് ചേഞ്ച് ചെയ്യാൻ ഇതുണ്ടോ. 1 2 ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു കയർ IVR അല്ല. അത് 2 ക്യാമറ വെച്ചുള്ളത് നോട്ട കയർ IVR. ഓക്കെ, നൗ അതുകൊണ്ട് in last 10 seconds of final round, only 10 minutes after the match, certified coach representing the athlete ഒരു പ്രൊട്ടസ്റ്റ് ടീം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിന് 10 minutes കൊണ്ട് പ്രൊട്ടസ്റ്റ് കൊടുത്തിരിക്കണം. പ്രൊട്ടക്ട് അത് വാമപ്പ് ചെയ്യുന്നതിന് ശേഷം തന്നെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കോർഡിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രത്തോളം നമുക്കതിൽ മികവ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ടും ബുംസയാണ് നോക്കുന്നത്.
നമ്മൾ 8 ബോംസെയാണ് ചെയ്യാനുള്ളതിൽ 3 ബോംസെ മാത്രമേ ചെയ്യുള്ളൂ. കമ്പൽസറി ബോംസെ നിങ്ങളോട് ചോദിക്കും. അറിയാലോ കമ്പൽസറി ബോംസെ ഏതാണുള്ളത്? 8. പിന്നെ ഞങ്ങളുടെ ചോയ്സ്, അതായത് എക്സാമിനറുടെ ഒരു ചോയ്സ് ഉണ്ടായിരിക്കും. ഒരു ഏതെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചല്ല ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങളും ആർക്കും ടെൻഷൻ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളും അത്രത്തോളം ഇങ്ങനെ ഇവിടെ പഠിച്ച് ഇവിടെ എത്തിച്ച് ട്രെയിനിങ് സെസ് നടത്തി മാസ്റ്റർമാർക്ക് നന്നായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഒരു ഞാൻ കൂടുതൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് നിങ്ങൾക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന അവസരം കിട്ടും. അതിന് നല്ല മാർക്ക് തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്കിംഗ് ആണ്. അത് നിങ്ങൾക്ക് 2 ബ്രേക്കിംഗ് ആണ് പറയുന്നത്. അത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യണം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 10 മാർക്കിനാണ് ബ്രേക്കിംഗ്. അതിനുള്ള മാർക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതേപോലെ നിങ്ങൾക്ക് സെൽഫ് ഡിഫൻസ് നിങ്ങൾ എത്ര നന്നായിട്ട് ചെയ്യും അതിന് 10 മാർക്കാണ്. എത്ര നന്നായിട്ട് ചെയ്യൂ അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ എത്തിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നമ്മളൊരു ബ്ലാക്ക് ബെൽറ്റ് ആകുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളെ മാർഷൽ ആർട്സിന്റെ ഇപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പം പരീക്ഷാകാലം കഴിഞ്ഞിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന സമയമായിരുന്നു. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് +2 വിജയം, അതേപോലെ അതിൽ നിന്ന് മുമ്പ് SLCയിലേക്ക് വന്നു അല്ലേ? നമ്മൾ 1ാം ക്ലാസ് പഠിച്ചത് നമ്മൾ 10ാം ക്ലാസ്സിലെ റിസൾട്ടിന് വേണ്ടിയിട്ടല്ലേ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അല്ലേ? അതേപോലെയാണ് നമ്മൾ വൈറ്റ് ബെൽറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബ്ലാക്ക് ബെൽറ്റിലേക്ക് ഒരു എക്സാമിന് എത്തുമ്പോൾ ആ എക്സാമിന്റെ ഫലം അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അടുത്തൊരു ലെവലിലേക്ക് പോകുന്ന ഒരു ഇതാണ് നമ്മൾ ഒരു ഡാനിലേക്ക് എത്തുന്നത്, ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നത്.